1 ദിനവൃത്താന്തം അധ്യായം 26. ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ. കൊറാഹ്യരിൽ ആസാഫിൻ്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രൻ മെഷലെമിയ. അവൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സഖറിയ, യദിയേൽ, സെബദിയ, യത്നിയേൽ, ഏലാം, യഹോഹനാൻ, എലിയേഹോവേനായി. ഓബദേദോമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമായ, യഹോസബാദ്, യോവ, സാഖാർ, നെഥാനേൽ, അമ്മിയേൽ, ഇസ്സാക്കർ, പെവിലേത്തായി. ദൈവം ഓബദേദോമിനെ അനുഗ്രഹിച്ചു. അവൻ്റെ പുത്രനായ ഷെമായയുടെ പുത്രന്മാർ കഴിവറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു. ഷെമായയുടെ പുത്രന്മാർ ഒത്നി, റഫായേൽ, ഓബദ്, എൽസാബാദ്. അവരുടെ ചാർച്ചക്കാരായ എലീഹു, സെമാഖിയ എന്നിവർ കഴിവറ്റവരായിരുന്നു. ഇവർ ഓബദേദോമിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു. ഓബദേദോമിൽ നിന്ന് ആകെ 62 പേർ. മെഷലെമിയായുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രഗത്ഭന്മാരായ 18 പേർ. മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിമ്രി. ആദ്യജാതനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി. രണ്ടാമൻ ഹിൽക്കിയ, മൂന്നാമൻ തെബാലിയ, നാലാമൻ സക്കറിയ. ഹോസായുടെ പുത്രന്മാരും ചാർച്ചക്കാരുമായി ആകെ 13 പേർ. ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതമായാണ്. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. പിതൃകുടുംബക്രമം അനുസരിച്ച് വലിപ്പച്ചെറുപ്പഭേദമന്യേ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു. കിഴക്കേ വാതിലിൻ്റെ നറുക്ക് ഷെലേമിയായിക്ക് വീണു. അവൻ്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സഖറിയായിക്ക് വടക്കേ വാതിലിൻ്റെ നറുക്ക് കിട്ടി. തെക്കേ വാതിൽ നറുക്കനുസരിച്ച് ഓബദേദോമിന് കിട്ടി. അവൻ്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതല ഏൽപ്പിച്ചു. കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ഷെല്ലേഖത്ത് വാതിലും പടിഞ്ഞാറേ വാതിലും ഷുപ്പിമിനും ഹോസായിക്കും കിട്ടി. അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു. ദിനം പ്രതി കിഴക്ക് 6 പേർ, വടക്ക് 4 പേർ, തെക്ക് 4 പേർ, സംഭരണശാലകളിൽ ഈ 2 പേർ, പർബാറിൽ 2 പേർ, അതിന് പടിഞ്ഞാറുള്ള വഴിയിൽ 4 പേർ. കൊറാഹ്യരിലും മെറാറിയരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ്. ലേവ്യരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിൻ്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു. ഗർഷോന്യനായ ലാദാന്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ. അവൻ്റെ പുത്രന്മാരായ സേഥാമും സഹോദരൻ ജോയേലും കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്നു. അവരോടൊപ്പം അമ്രാമ്യരും ഇസ്ഹാര്യരും ഹെബ്രോണ്യരും ഉസിയേല്യരും ഉണ്ടായിരുന്നു. മോശയുടെ മകനായ ഗർഷോമിൻ്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു. എലിയേസർ വഴിക്കുള്ള അവൻ്റെ ചാർച്ചക്കാർ റഹാബിയ, അവൻ്റെ മകൻ യഷായ, അവൻ്റെ മകൻ യോറ, അവൻ്റെ മകൻ സിക്രി, അവൻ്റെ മകൻ ഷലോമോത്ത്. ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷലോമോത്തും ചാർച്ചക്കാരുമായിരുന്നു. യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിൻ്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു. ദീർഘദർശിയായ സാമുവൽ, കിഷിൻ്റെ മകൻ സാവൂൾ, നേറിൻ്റെ മകൻ അബ്നേർ, സെരൂയായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷലോമോത്തിനും ചാർച്ചക്കാർക്കും ആയിരുന്നു. ഇസ്ഹാര്യരിൽ നിന്ന് കെനാനിയായും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു. ഹെബ്രോണ്യരിൽ നിന്ന് ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാന്റെ പടിഞ്ഞാറെ തീരം വരെ ഇസ്രായേലിൻ്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു.
കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും രാജസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭന്മാരായ അവർ 1700 പേരുണ്ടായിരുന്നു. ഹെബ്രോണ്യരുടെ തലവൻ ഏതു വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു. ദാവീദ് രാജാവിൻ്റെ 40-ാം ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലെയാദിലെ യാസറിൽ അതിപ്രഗത്ഭന്മാർ ഉണ്ടെന്ന് കണ്ടെത്തി. ജെറിയായും ചാർച്ചക്കാരുമായി 2700 പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ റൂബൻ, ഗാദ് ഗോത്രങ്ങൾ, മനാസയുടെ അർത്ഥഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു. Chapter 26. As for the classes of gatekeepers, of the Korathites was Meshelemiah the son of Kore, one of the sons of Abiasaph, Meshelemiah's son Zechariah the firstborn, Jediel the second son, Zebediah the third, Jothniel the fourth, Elam the fifth, Jehohanan the sixth, Elihonai the seventh, Obed-Edom's sons, Shemaiah the firstborn, Jehozabad a second son, Joah the third, Sekar the fourth, Nethanel the fifth, Amiel the sixth, Issachar the seventh, Peulathai the eighth, for God blessed him. To his son Shemaiah were born sons who ruled over their family, for they were warriors. The sons of Shemaiah were Othni, Rephael, Obed, and Elzebad. Also his brethren who were men of might, Elihu and Shemachiah. All these were the sons of Obed-Edom, who together with their sons and their brethren were mighty men, fit for the service. Of Obed-Edom 62, of Meshelemiah 18 sons and brethren, mighty men. Hosa, a descendant of Merari, had these sons, Shimri the chief, for though he was not the firstborn, his father made him chief, Hilkiah the second son, Tebaliah the third, Zechariah the fourth. All the sons and brethren of Hosa were 13. To these classes of gatekeepers under their chief men were assigned watches in the service of the house of the Lord, for each group in the same way. They cast lots for each gate, the small and the large families alike. When the lot was cast for the east side, it fell to Meshelemiah. Then they cast lots for his son Zechariah, a prudent counselor, and the north side fell to his lot. To Obed-Edom fell the south side, and to his sons the storehouse. To Hosa fell the west side, with the Shalaketh gate at the ascending highway. For each family watches were established. On the east 6 watched each day, on the north 4 each day, on the south 4 each day, and at the storehouse they were 2 and 2. As for the large building on the west, there were 4 at the highway, and 2 at the large building. These were the classes of the gatekeepers, descendants of Kore and Merari. Their brother Levites superintended the stores for the house of God and the stores of votive offerings. Among the descendants of Ladan the Gershonite, the family heads were descendants of Jehiel, the descendants of Jehiel, Zetham and his brother Joel, who superintended the treasures of the house of the Lord. From the Amramites, Isharites, Hebronites, and Uzzielites. Shubael, son of Gershon, son of Moses, was chief superintendent over the treasures. His associate pertained to Eleazar, whose son was Rehabiah, whose son was Jeshaiah, whose son was Joram, whose son was Zichri, whose son was Shelomith. This Shelomith and his brethren superintended all the stores of the votive offerings dedicated by King David, the heads of the families, the commanders of thousands and of hundreds, and the commanders of the army, from the booty they had taken in the wars, for the enhancement of the house of the Lord. Also, whatever Samuel the seer, Saul son of Kish, Abner son of Ner, Joab son of Zeruiah, and all others had consecrated, was under the charge of Shelomith and his brethren. Among the Israelites, Canaaniah and his sons were in charge of Israel's civil affairs, as officials and judges. Among the Hebronites, Hashabiah and his brethren, 1,700 police officers, had the administration of Israel on the western side of the Jordan, in all the work of the Lord and in the service of the king. Among the Hebronites, Jerijah was their chief according to their family records. In the 40th year of David's reign, search was made, and there were found among them outstanding officers at Jazer of Gilead.
His brethren were also police officers, 2,700 heads of families. King David appointed them to the administration of the Reubenites, the Gadites, and the half-tribe of Manasseh in everything pertaining to God and to the king.